ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോവാണ്. ഏട്ടന്റെ മോളെ കല്യാണം കണ്ണൂരിൽ വെച്ചിട്ടാണ്. വാസവ ക്ലിഫ് ഹൗസ്, അവിടെയാണ് കല്യാണം. അമ്മയുണ്ട്, ജിഷയുണ്ട്. സന്ധ്യന്റെ മുഖം കാണുന്നില്ല. ആ സന്ധ്യയുണ്ട്, പച്ച പാർട്ടിയെല്ലാം ബാക്കിലുണ്ട്. കണ്ണൂരില് വാസവ ക്ലിഫ് ഹൗസ്, പയ്യാമ്പലം ബീച്ചിന്റെ അടുത്ത്. ബീച്ചിലും പോയിട്ട് വരാം നമുക്ക്. നട്ടുച്ചക്ക് പിന്നെ മുണ്ടെടുക്കണം, ട്രൗസർ ഇട്ടാ പോരാ. ഇടക്കാടെത്തി. എത്ര മണിക്കാ മുഹൂർത്തം? എത്ര മണിക്കാ? 10:30ക്കും 11:30ക്കും ഇടയിൽ. അതേതായാലും എത്തും എനിക്ക് തോന്നുന്നില്ല. 10:30 മുഹൂർത്തം. ചിലപ്പോ നമ്മളെത്തുന്നപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് സാമ്പാറും ചോറിലും തന്നിട്ട് വരാം അല്ലേ? കല്യാണ സദ്യ കഴിച്ചിട്ട് വരാം. കല്യാണ സദ്യ ആരാ ഉണ്ടാക്കുന്നത്? ഗോപാലേട്ടന്റെ കല്യാണ സദ്യ കഴിച്ചിട്ട് വരാം. നമ്മളെ മാസ്റ്റർ മിംസ് എത്തി. ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് റോഡിന്റെ വർക്ക് കഴിയാനായിട്ടുണ്ട്. മാസ്റ്റർ മിംസ് നേരെ ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല്. നമ്മൾ താഴെ ചൊവ്വെത്തി. താഴെ ചൊവ്വ നമുക്ക് ലെഫ്റ്റ് പോവാം, സിറ്റി വഴി പോവാം. നമ്മളിവിടുന്ന് താഴെ ചൊവ്വ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോവും, സിറ്റി വഴി. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ നേരെ പോകാൻ പറഞ്ഞു. ടെക്കൽ ടൗൺ ആർട്ടിക് ഫർണിച്ചർ. ചൊവ്വയില് ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരാളിങ്ങനെ എടുക്കുന്നത്. ഇവിടുന്ന് 153 കിലോമീറ്റർ, കാസർഗോഡ് 106, പയ്യന്നൂര് 42, കണ്ണൂർ 3 കിലോമീറ്റർ. കാൽടെക്സ് എത്താനായി. കണ്ണൂർ കാൽടെക്സ്. നമുക്ക് നേരല്ല പോണ്ട, ലെഫ്റ്റ്. റൈറ്റില് പോയാല് മാംഗ്ലൂര്, മുംബൈ. നമ്മള് സുനിത ഫർണിച്ചർ എത്തി. ഇവിടെ എല്ലാവിധ ഫർണിച്ചേഴ്സും അവൈലബിൾ. സുനിത ഫർണിച്ചർ. കണ്ണൂര് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയത്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ. നമ്മള് താവക്കര റൂട്ടിലേക്ക് പോകും. താവക്കര കണ്ണൂർ ടൗൺ. കല്യാൺ സിൽക്സ് എല്ലാം അടച്ചിട്ടാ ഉള്ളത്. കല്യാൺ ജ്വല്ലേഴ്സ്, അത് സിൽക്സ് അല്ല, മെട്രോ ഉണ്ട്. നമുക്ക് റൈറ്റിലേക്ക് പോകണ്ട. ലെഫ്റ്റില് ബസ് സ്റ്റാൻഡ് എത്തി. മെറാൾഡ ജ്വല്ലറി, ഇന്ത്യൻ ടെറൈൻ ഉണ്ട്. മെറാൾഡ ജ്വല്ലറി ഉണ്ട്. പക്ഷെ ഭയങ്കര പരസ്യ. റീഗൽ ജ്വല്ലേഴ്സ് ഉണ്ട്. എല്ലാം കൊറേ ജ്വല്ലറീസ് ഇവിടെ കാണുന്നത്. ഈ സൈഡിലെല്ലാം ഇത് കാണുന്നു. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഫോർട്ട് റോഡിലേക്ക്. In 150 meters, at the roundabout, take the second exit. 150 മീറ്ററിന് ശേഷം സെക്കൻഡ് എക്സിറ്റ് എടുക്കാൻ. പയ്യാമ്പലം ബീച്ച്, ഗസ്റ്റ് ഹൗസ്, ബേബി ബീച്ച് എല്ലാം 2.5 കിലോമീറ്റർ. ഇതെല്ലാം മിലിറ്ററിന്റെ ഏരിയ, കണ്ടോൺമെന്റ് സെന്റേഴ്സ്. ഇതെല്ലാം നമ്മളെത്താനായി തോന്നുന്നു അല്ലെ? ക്ഷേത്രം ഇവിടെ 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് കനത്തൂർക്കാവ്. ഇവിടെ നമ്മളെ അണ്ടല്ലൂർ ദൈവത്തറീശന്റെ അതേ ചടങ്ങെല്ലാം നടക്കല്. വിഷയെല്ലാം വരുത്തുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അമ്മയെല്ലാം വന്നു. ഫുള്ള് മിലിറ്ററി ഏരിയ. മിലിറ്ററി അടിയുള്ളൂ. മിലിറ്ററിന്റെ സ്ഥലം. ആ ബേബി ബീച്ച് ഇങ്ങോട്ടായിരിക്കും. ഇവിടുന്ന് ലെഫ്റ്റാ കാണിക്കുന്നത്. ലെഫ്റ്റാ? അങ്ങോട്ട് വരുന്ന വെടി ഉറപ്പേനു. ആടാ, എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റാ കാണിക്കുന്നത്. നിങ്ങൾ ഏത് വഴിക്ക് പോയാലും എന്നിട്ട് തിരിച്ചു വരാനാ പറയുന്നത്. 100 മീറ്റർ 2 രൂപ എടുക്കുക. ഞാൻ പറയുന്ന ഒന്നും കേൾക്കൂല. പിന്നെ അത്ര പേടി ഉണ്ടെങ്കിൽ പിന്നെ ഇതും മറ്റേ മിലിറ്ററി ഏരിയ. എടാ ദാസ, ഇതാ കല്യാണ വണ്ടിയല്ലതാ പോകുന്നു. അതാ അതെല്ലാം ഇങ്ങോട്ടേക്കാ വരുന്നത്. ആടുന്ന് വളച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാനാ പറയുന്നത്. അങ്ങനെ ദാസന് വാസവ ക്ലിഫ് ഹൗസ് ചോദിച്ചു പോകുന്നുണ്ട്. ഇവിടുന്ന് വഴിമാറിയിട്ടുണ്ട്, നേരെ മിലിറ്ററി ഏരിയയിലേക്ക് പോവാ. പിന്നെ അയാള് മറ്റേ തോക്കെല്ലാം ചൂണ്ടിട്ട് മണങ്ങണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വെടിപൊട്ടിപ്പോ ടേൺ റൈറ്റ് തന്നെയാ പറയുന്നത്. ഇവരെ നമ്മളെയും കാത്തിക്കുന്നേന്നു. റൈറ്റ് എടുക്ക്, എന്തെല്ലാം നോക്ക്.
നിർത്തിയതാണ്. ഇറക്കിയിട്ട് ആളെ ഇറക്കിയിട്ട് പോയിട്ട് നിർത്തിയതാണ്. നോക്ക് ദിനല്ലേ ഇനി എന്താ ഈ കളിക്കുന്നത്? എല്ലാവർക്കും മണ്ണ് പാത്തിയ കളി കളിക്കുന്നത്. സൈത്താട്ടനോട് വിളിച്ചു ചോദിച്ചാ Continue straight, then turn right. അയാൾ എടുക്കുക, വണ്ടി എടുക്കുന്ന പോലെ. ചോദിക്കണ്ടേ? വാസവ ക്ലിഫ് Turn ഹൗസ്. right, then you will arrive at your destination. അവിടെ DSC ക്യാൻറ്റീൻ എത്തിയല്ലോ. ഇവിടെ കുറെ ഉണ്ട്, 3-4 ക്യാൻറ്റീൻ ഉണ്ട്. നേരെ എടുക്കുക. ആ വാസവ. ആ ഇതെല്ലാം കാണാൻ നമ്മൾ തന്നെ വേണം മോനെ. എന്നിട്ട് ഞാൻ നേരത്തെ പറയുമ്പോ പറഞ്ഞേ ഇല്ല, വീടിയല്ല. എന്നിട്ട് ദിനല് ഇപ്പം വാസവ ക്ലിഫ് ഹൗസും കണ്ടു. എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മള് വാസവ ക്ലിഫ് ഹൗസിലെത്തി. മുണ്ട് കീറിയല്ല, വാസവ ക്ലിഫ് ഹൗസ്. അങ്ങനെ നമ്മള് എത്തിക്കഴിഞ്ഞു ഗായ്സ്. നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. ആ നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. വാച്ച്മാൻ പറയുന്ന സ്ഥലത്ത് വെക്കണം അച്ഛൻ പറയുന്നതല്ല, നല്ല മരത്തിന്റെ അടിയിൽ ഇങ്ങനെ ആ വെച്ച് പിന്നെ ഓർക്ക് അവിടെ നിന്ന് വളച്ചിട്ട് വരേണ്ടതല്ലേ. ഒരു വളവില്ല. അത് ചൊറിയാൻ നിൽക്കും. ലോറിയല്ലേ വരുന്ന ഇവിടെ. ബസ് വരും, ബസ്. വാസവ
ഓലാട്ടന്നെ ഉണ്ടാക്കിയല്ലേ പാചക വിദഗ്ധ അണ്ടലൂർ. അറബിക്കടലിൻ്റെ തീരത്താണ് ഈ റിസോർട്ട്. നല്ല വ്യൂ ആണ്, അടിപൊളി റിസോർട്ടാണിത്, നല്ല വ്യൂ ഉണ്ട്. ഭക്ഷണം കഴിച്ച ക്ഷീണത്തില് ചാഞ്ഞു എടുക്കുന്ന രാമദാസ്. സാമ്പാറും കൂട്ടിയിട്ടില്ല. ഈ കട്ടിൽ ശരിക്കും അതിന് വേണ്ടി ഇട്ടതാ. സാമ്പാറും ചോറെല്ലാം തിന്നു കഴിഞ്ഞാൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ തൽക്കാലം ഈ കടൽക്കാറ്റ് കൊണ്ട് വിശ്രമിക്കാൻ അല്ലേ. എല്ലാവരും ഇതാ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അതിൻ്റെ മുകളിൽ കടന്നു പോയി. രാധാമാമിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് വൈകുന്നേരം വേറെ എന്തോ ഫങ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൽ ഒറിജിനലും ഉണ്ട്, പ്ലാസ്റ്റിക് പൂവുണ്ട്, രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഓരോന്ന് ഉണ്ടാക്കുന്നത്. പക്ഷെ പെട്ടെന്ന് കണ്ട ഒന്നും മനസ്സിലാവില്ല. നല്ല വ്യൂ അവിടുത്തെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല അടിപൊളി കടല, അറേബ്യൻ സീ, പഴം നിറച്ച വട എല്ലാവരും എടുത്ത് തിന്നാൻ തുടങ്ങി. നമ്മൾ വൈകുന്നേരം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എവിടെയാക്കിയത് സൂര്യയിൽ മസാല, ഓമിക്കുട്ടൻ 4 മുട്ട ഫ്രൈയും ഒരു വത്തക്ക ദിവസവും. കരിമീൻ ഫ്രൈ കുട്ടൻ അതെല്ലാം കഴിഞ്ഞിട്ട് 3 കരിമീൻ പൊരിച്ച ഓണം പോലെ. കൊഞ്ചം ഫ്രൈ. ഇതോടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ്സ് ഇടുക. ഓക്കെ, ബൈ.